ടൈം എസ്റ്റിമേറ്റ്സ് ഇൻ പേർട്ട്. 3 ടൈം എസ്റ്റിമേറ്റ് ആണ് മെയിനായിട്ട് പേർട്ടിലുള്ളത്. ഒപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ്, മോസ്റ്റ് ലൈക്ലി ടൈം എസ്റ്റിമേറ്റ്, പെസിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ്. അതിൽ ഫസ്റ്റത്തത് ഒപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് ആണ്, അതായത് TO. ഇതാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് പോസിബിൾ ടൈം വിച്ച് ആൻ ആക്ടിവിറ്റി ക്യാൻ ബി കംപ്ലീറ്റഡ് അണ്ടർ ഐഡിയൽ കണ്ടീഷൻ ഇഫ് എവറിത്തിങ് ഗോസ് വെൽ. എല്ലാം നല്ലോണം ആവുന്ന രീതിയിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ടൈമിൽ നമുക്ക് എങ്ങനെയാണ് ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതാണ് നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് എന്ന് പറയാം. അതിന് ചെറിയൊരു ചാൻസിന് വരെ ഒപ്റ്റിമിസ്റ്റിനേക്കാളും നേരത്തെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദാൻ എസ്റ്റിമേറ്റ് മിനിമം പോസിബിൾ ടൈം which an activity will take to complete with in ideal situation. ഏറ്റവും മിനിമം പോസിബിൾ ടൈം, ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഏറ്റവും മിനിമം പോസിബിൾ ടൈമിനെയാണ് നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് ടൈം എന്ന് പറയുക. അതിന് നമ്മൾ TO എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് മോസ്റ്റ് ലൈക്ലി ടൈം എസ്റ്റിമേറ്റ്, TM എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇതെന്ന് വെച്ചാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ എസ്റ്റിമേറ്റ് ഓഫ് നോർമൽ ടൈം ദാറ്റ് ആൻ ആക്ടിവിറ്റി വുഡ് ടേക്ക്. ഇറ്റ് ഈസ് ദ മോഡൽ വാല്യൂ. നോർമൽ ടൈം, ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു നോർമൽ ടൈമിനെയാണ് നമ്മൾ എന്ത് പറയാം, മോസ്റ്റ് ലൈക്ലി ടൈം എന്ന് പറയുക. അതായത് നോർമൽ ടൈം, സാധാരണ എത്ര സമയത്തിനാണ് ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുക ആ ഒരു ടൈം. അതായത് വേഗം ഫാസ്റ്റായിട്ടും അല്ല, അതുപോലെ മാക്സിമം അല്ല, മിനിമം അല്ല, മാക്സിമം അല്ല, ഒരു നോർമൽ ടൈം, ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന നോർമൽ ടൈം. നെക്സ്റ്റ് മൂന്നാമത്തെ പെസിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് ആണ്. ഇറ്റ് ഈസ് ദ മാക്സിമം ടൈം ദാറ്റ് ആൻ ആക്ടിവിറ്റി വുഡ് ടേക്ക് ഇഫ് എവറിത്തിങ് ഗോസ് റോങ് ആൻഡ് അബ്നോർമൽ സിറ്റുവേഷൻസ് ആർ പ്രിവെയിൽഡ്. അതായത് ഇപ്പം എല്ലാം ആക്ടിവിറ്റിയിലുള്ള എല്ലാം റോങ് ആയ സിറ്റുവേഷനിൽ മാക്സിമം ടൈം ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അതായത് നേരത്തെ നമ്മളെല്ലാം ശരിയാണെങ്കിൽ, എല്ലാം വെല്ലാണെങ്കിൽ എടുക്കുന്ന മിനിമം ടൈം എന്ന് പറയില്ല. ഇപ്പം നേരെ ഓപ്പോസിറ്റ്, എല്ലാം റോങ് ആണെങ്കിൽ മാക്സിമം ടൈം ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നത് എത്രയാണെന്ന് വെച്ചാൽ അതിനാണ് നമ്മൾ പെസിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് എന്ന് പറയുക. TP എന്നാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് മോസ്റ്റ് ലൈക്ലി, ആ 3 ടൈം എസ്റ്റിമേറ്റ് ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതിൽ പറയുകയാണ് മോസ്റ്റ് ലൈക്ലി ടൈം എസ്റ്റിമേറ്റ് സ്ലൈസ് ബിറ്റ്വീൻ ഒപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് ആൻഡ് പെസിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ്. സാധാരണ ടൈം എസ്റ്റിമേറ്റ് എപ്പോഴും ലൈ ചെയ്യുന്നത് ഒപ്റ്റിമിസ്റ്റിക്കിൻ്റെയും പെസിമിസ്റ്റിൻ്റെയും ഇടയിലാണ്. ദ ഡിഫറൻസ് ഇൻ ദീസ് 3 ടൈം എസ്റ്റിമേറ്റ് മെഷർ ദ റിലേറ്റീവ് അൺസർട്ടനിറ്റി ഇൻ ഈച്ച് ആക്ടിവിറ്റി. മെയിനായിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നത് ഈ അൺസർട്ടനിറ്റിയാണ്, ഈ ആക്ടിവിറ്റീസിലുള്ള അൺസർട്ടനിറ്റിയാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു ഫോർമുല ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ദ എബോവ് 3 എസ്റ്റിമേറ്റ് എന്ന് നമ്മൾ ഉണ്ടാക്കിയ ഫോർമുലയാണ് എക്സ്പെക്റ്റഡ് ടൈം ഓഫ് ഈച്ച് ആക്ടിവിറ്റി കാണാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഫോർമുല. അതായത് ഈ 3 എസ്റ്റിമേറ്റിൽ നിന്നും നമ്മൾ എന്താ എക്സ്പെക്റ്റഡ് ടൈം ഡ്യൂറേഷൻ, അതായത് എക്സ്പെക്റ്റഡ് ഡ്യൂറേഷൻ നമുക്ക് തരില്ല. അപ്പോൾ ഒന്ന് ഒപ്റ്റിമിസ്റ്റിക് ടൈമാണ് ഫസ്റ്റത്തത്, അതായത് ഏറ്റവും വേഗം ചെയ്ത് തീർക്കാൻ പറ്റുന്നത്. മറ്റേത് മോസ്റ്റ്ലി ലൈക്ലിയാണ്, ഏറ്റവും നോർമലായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ലാസ്റ്റ് പെസിമിസ്റ്റിക് ആണ്, ഏറ്റവും സമയം എടുത്ത് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ 3 ടൈം എസ്റ്റിമേറ്റും നമുക്ക് എത്രയാണ് ശരിക്കും ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഡ്യൂറേഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ നമുക്കുണ്ട്. അപ്പം ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക. അപ്പം എക്സ്പെക്റ്റഡ് ടൈം ഈക്വൽ ടു TO പ്ലസ് 4TM പ്ലസ് TP ബൈ 6. TE എന്ന് വെച്ചപ്പോൾ നമ്മൾ പറഞ്ഞ എക്സ്പെക്റ്റഡ് ടൈമാണ്, TO എന്ന് വെച്ചാൽ ഒപ്റ്റിമിസ്റ്റിക് ടൈമാണ്, TM എന്ന് വെച്ചാൽ മോസ്റ്റ് ലൈക്ലി ടൈമാണ്, TP എന്ന് വെച്ചാൽ പെസിമിസ്റ്റിക് ടൈമാണ്. അപ്പം ഈ TE എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, TE എന്ന് ഉദ്ദേശിക്കുന്നത് ഡ്യൂറേഷനെയാണ് കേട്ടോ. ഡ്യൂറേഷൻ്റെ വേറൊന്നാണ് നമ്മൾ TE ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പം ഈ TE എന്ന് വെച്ചാൽ ഡ്യൂറേഷനാണ്. അപ്പോൾ ചില ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് തരില്ല, ഡ്യൂറേഷൻ തരില്ല. അപ്പോൾ നമ്മൾ ഡ്യൂറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇക്വേഷനാണ്, ഇത് TEനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡ്യൂറേഷനാണ്. അപ്പം ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, ഡ്യൂറേഷൻ നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ചില ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താ തരിക, നമുക്ക് ഇതൊക്കെ തരും, എന്നിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഈ ഡ്യൂറേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ഈ ഒപ്റ്റിമിസ്റ്റിക് ടൈം മോസ്റ്റ് ലൈക്ലി പെസിമിസ്റ്റിക്കും തരും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, ഡ്യൂറേഷൻ നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് ഇത്, എക്സ്പെക്റ്റഡ് ടൈം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. അപ്പം ഇതാണ് ഈ 3 ടൈം എസ്റ്റിമേറ്റ്. പിന്നെ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഡ്യൂറേഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ ഇത്രയാണ് ഇതിൽ 3 ആയിട്ട് പറയുന്ന പേർട്ടിൽ പറയുന്ന മെയിനായിട്ടുള്ള ടൈം എസ്റ്റിമേറ്റ്സ് കേട്ടോ.